മനു ഏറ്റവും പുതിയ ശശികല എത്തിയതായിട്ടാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. പരപ്പന അഗ്രഹാര ജയിലിലേക്ക് ശശികല കീഴടങ്ങാനായി എത്തിയതായിട്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പരപ്പന അഗ്രഹാര ജയിലിന് മുന്നിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നിമിഷത്തിൽ തന്നെയായിരുന്നു ശശികല കീഴടങ്ങാനായി പരപ്പന ജയിലിലേക്ക് എത്തിയത്. അവിടെ കോടതി മുറി ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നു. സുരക്ഷാ കാരണങ്ങളാൽ അവിടെ അശ്വിൻ നാരായണൻ ജഡ്ജിക്ക് മുന്നിൽ കീഴടങ്ങിയതായി അറിയിക്കും. പിന്നീട് മറ്റു നടപടികൾക്ക് ശേഷം അവരെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റും. നിലവിൽ നമുക്കറിയാൻ വേണ്ടി കഴിയുന്നത് സ്ത്രീകളെ പാർപ്പിക്കുന്ന 7-ാം നമ്പർ ബ്ലോക്കിൽ തന്നെയായിരിക്കും ശശികലയെ പാർപ്പിക്കുക എന്നാണ്. തത്സമയ ദൃശ്യങ്ങൾ ബംഗളൂരുവിൽ നിന്നുള്ള പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം അവരുടെ ഭർത്താവ് നടരാജൻ കോടതി പരിസരത്ത് എത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം കോടതിയിലേക്ക് പോയി. ഇപ്പോൾ ശശികലയും മറ്റ് കൂട്ടുപ്രതികളും ജയിലിലേക്ക് എത്തിയിരിക്കുന്നു. പരപ്പന അഗ്രഹാര ജയിലിലെ പ്രത്യേക കോടതിയിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. ഇവിടെ എത്തി ജഡ്ജിക്ക് മുന്നിൽ കീഴടങ്ങും. അതിനുശേഷം മറ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ജയിലിലേക്ക് ഇവരെ മാറ്റും. പ്രത്യേക പരിഗണനകളൊന്നുമില്ലാത്തതിനാൽ തന്നെ വനിതകൾക്കുള്ള 7-ാം നമ്പർ ബ്ലോക്കിലായിരിക്കും ശശികലയെ താമസിപ്പിക്കുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഉച്ചയോടുകൂടിയാണ് ശശികല ചെന്നൈയിൽ നിന്നും കൂവത്തൂരിലെ റിസോർട്ടിൽ നിന്നും പരപ്പന അഗ്രഹാര ജയിലിലേക്ക് റോഡ് മാർഗം പുറപ്പെട്ടത്. അല്പസമയത്തിന് മുമ്പാണ് അവർ അവിടെ ജയിലിലെത്തിയത്. ഇനി ഏതാനും ചില നിയമ നടപടികൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുശേഷം അവരെ ജയിലിലേക്ക് മുഖ്യമന്ത്രിയാകാൻ മോഹിച്ചെത്തിയ ശശികല ഇനി ജയിലിലേക്ക് പോകുന്ന അപൂർവമായ കാഴ്ചയ്ക്കാണ് ഏതായാലും കാണാൻ പോവുക. സുപ്രീം കോടതിയുടെ നിർണായകമായ വിധിയെ തുടർന്ന് ശശികല ജയിലിലേക്ക് നീങ്ങുന്നു. പരപ്പന അഗ്രഹാര ജയിലിൽ ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിലേക്കാണ് ശശികല എത്തിയിരിക്കുന്നത്. ഇനി 4 വർഷവും 10 കോടി രൂപ പിഴയുമാണ് അവർക്ക് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. നേരത്തെ ശിക്ഷ അനുവദിച്ചതിനാൽ ആ കാലാവധി കുറച്ചായിരിക്കും ബാക്കിയുള്ള ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വരിക. ഏതായാലും നിർണായകമായ നിമിഷങ്ങളിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തമിഴക രാഷ്ട്രീയം ഒപ്പം തന്നെ ഇന്ത്യ ഒന്നടങ്കം കാത്തിരുന്ന ഒരു കോടതി വ്യവഹാരത്തിന്റെ അവസാന വാക്കായി ഇപ്പോൾ ശശികല ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പരപ്പന അഗ്രഹാര ജയിലിലേക്ക് ശശികല അല്പസമയം മുമ്പ് തന്നെ ശശികല അവിടുത്തെ പ്രത്യേക കോടതിയിൽ പരപ്പന അഗ്രഹാര ജയിലിൽ സ്ഥാപിച്ച ക്രമീകരിച്ച പ്രത്യേക കോടതിയിലേക്ക് കീഴടങ്ങാനായി എത്തിയിരിക്കുന്നു. ഇനി ചില നിയമ നടപടികൾ മാത്രം ചെറിയ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കി അവരെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് അയക്കും. തടവ് ശിക്ഷയ്ക്കായി അഴിമതി കേസിൽ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തടവ് ശിക്ഷയ്ക്കായി ചുണ്ടിനും കപ്പിനുമിടയിൽ മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട് ഇനി ജയിലിലേക്ക് ശശികല മടങ്ങുമ്പോൾ വളരെ കൗതുകകരമായ ചില രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൂടിയാണ് തമിഴ്നാട്ടിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ബാക്കി പത്രമായി എടപ്പാടി പളനിസ്വാമിയെ അല്പസമയത്തിനകം മുഖ്യമന്ത്രിയാകാൻ ക്ഷണിക്കുമെന്നും അറിയുന്നു. ഏതായാലും അവരുടെ നേതാവ് ശശികല ഇപ്പോൾ ജയിലിലേക്ക് തന്നെ പോകുന്ന കാഴ്ച ബംഗളൂരുവിലെ പരപ്പന അഗ്രഹാര ജയിലിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. വലിയ മാധ്യമപ്പടയും പൊതുജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും അണ്ണാഡിഎംകെയുടെ നേതാക്കളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ശശികല ജയിലിലേക്ക് കീഴടങ്ങാനായി എത്തുന്നത് പ്രമാണിച്ച് വലിയ സുരക്ഷ, പ്രത്യേകിച്ചും തമിഴ്നാടിന്റെ അതിർത്തിയിൽ നിന്നും വെറും 15 കിലോമീറ്റർ മാത്രമാണ് പരപ്പന ജയിലിലേക്കുള്ളത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ നിന്നും ശശികലയുടെ ഒരുപാട് അനുയായികൾ എത്താൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ജയിൽ പരിസരത്ത് നിരോധനാജ്ഞ അടക്കമുള്ള കാര്യങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. IG-യുടെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. ആരെയും കഴിഞ്ഞ തവണ ജയലളിതയും ശശികലയും ജയിലിൽ കിടന്നപ്പോൾ ഉണ്ടായതുപോലെ പരിസര പ്രദേശത്ത് ആളുകളെ തങ്ങി നിൽക്കാനൊന്നും അനുവദിക്കാത്ത രീതിയിലുള്ള വലിയൊരു സുരക്ഷാ സന്നാഹം തന്നെ അവിടെ ഒരുക്കിയിരിക്കുന്നു. വലിയ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത്. റോഡ് മാർഗം പുറപ്പെട്ട ശശികല അല്പനിമിഷങ്ങൾക്ക് മുമ്പ് പരപ്പന അഗ്രഹാര ജയിലിൽ കീഴടങ്ങാനായി എത്തിയിരിക്കുന്നു. അവിടെ പ്രത്യേകം തയ്യാറാക്കിയ കോടതി മുറിയിലാണ് കീഴടങ്ങാനായി എത്തിയിരിക്കുന്നത്. ഇനി നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അവരെ ജയിലിലേക്ക് മാറ്റും. മറ്റു പ്രത്യേക പരിഗണനകൾ രാഷ്ട്രീയ നേതാവോ മുഖ്യമന്ത്രിയോ ഒന്നും അല്ലാത്തതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക പരിഗണനകളൊന്നും ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ സാധാ തടവുകാർ കഴിയുന്ന വനിതാ ബ്ലോക്ക് 7-ാം ബ്ലോക്കാണ് പരപ്പന അഗ്രഹാര ജയിലിലെ വനിതാ ബ്ലോക്ക്. അവിടെ തന്നെയായിരിക്കും ശശികലയും കഴിയുക എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിൽ രാഷ്ട്രീയ നേതാക്കളും സാധാരണക്കാരും അണ്ണാഡിഎംകെ നേതാക്കളും ഒക്കെയുണ്ട്. ഏതായാലും ആദ്യം എത്തിയത് ശശികലയുടെ ഭർത്താവ് നടരാജൻ ആദ്യം കോടതി പരിസരത്തെത്തി അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിച്ചിരുന്നു. അദ്ദേഹം കോടതി മുറിയിലെത്തിയിരുന്നു. ഇപ്പോഴാണ് കൂട്ടുപ്രതികളായ ശശികലയും ഇളവരശിയും സുധാകരനും അടക്കമുള്ളവർ കോടതിയിലേക്ക് എത്തിയത്. മനു നൽകും വിവരങ്ങൾ ഒരിക്കൽ കൂടി. മനു, ഏറ്റവും പുതിയതായി ശശികല കോടതിയിലേക്ക് എത്തിയിരിക്കുന്നു കീഴടങ്ങാനായി. ഇനി ഏതാനും നിയമ നടപടിക്രമങ്ങൾക്കപ്പുറം മുഖ്യമന്ത്രിയാകാൻ മോഹിച്ചെത്തിയ ശശികല തടവറയിലേക്ക് മടങ്ങുന്ന അപൂർവമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുക.
തീർച്ചയായും അതെ. മുഖ്യമന്ത്രി പദം മോഹിച്ച് 3 പതിറ്റാണ്ടോളം ജയലളിതയുടെ തോഴിയായി വന്ന് പിന്നീട് അധികാര രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള ഒരു പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. ഇതിനുശേഷം പാർട്ടിക്കകത്ത് പോലും വലിയ ശക്തി കേന്ദ്രമായി വളർന്നു വരുന്ന വേളയിലാണ് സുപ്രീം കോടതി വിധി വരുന്നതും ഇപ്പോൾ ഇതെല്ലാം അസ്ഥാനത്താക്കി ജയിലിലേക്ക് മടങ്ങേണ്ട ഒരു സാഹചര്യം ശശികലയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. ശശികല ഇപ്പോൾ പാരപ്പന അഗ്രഹാര ജയിലിലെ കോടതി മുറിക്കകത്തേക്ക് അല്പസമയങ്ങൾക്കകം പ്രവേശിക്കും. ഇതിനുശേഷം ജസ്റ്റിസ് അശ്വിൻ നാരായണൻ മുമ്പാകെ ഹാജരാവുകയും ചില സാധ്യതകൾ ജസ്റ്റിസ് മുമ്പാകെ വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതിനാൽ തനിക്ക് പ്രത്യേക സൗകര്യങ്ങൾ വേണം. ഇപ്പോൾ ഈ വനിതാ തടവുകാരെ പാർപ്പിക്കുന്ന 7-ാം ബ്ലോക്കിലെ സാധാരണ തടവറകളിലേക്ക് വിടരുത്, പകരം ഒരു പ്രത്യേക പരിഗണന നൽകണം എന്നാണ് ആവശ്യപ്പെടുക. ഇതിന് പക്ഷേ ജസ്റ്റിസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് കണ്ടറിയേണ്ടത് മാത്രമാണ്. സാധാരണഗതിയിൽ ഇത് അനുവദിക്കാൻ സാധ്യതയില്ല എന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ശശികലയ്ക്ക് ഒപ്പം സുധാകരൻ, ഇളവരശി എന്നിവരാണ് ആദ്യ മുൻപിലത്തെ വാഹനത്തിൽ പോയിരുന്നത്. ഇതിന് പുറകിലായി 3 SUV കാറുകളിലായി അനുഗമിച്ചത് 8 MLA-മാരും മറ്റ് മുതിർന്ന നേതാക്കളുമാണ്. കർണാടകയിലെ വിവിധ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന അണ്ണാ DMK നേതാക്കൾ കൂടി ജയിലിന്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ ജയിലിന് മുൻവശത്തും മറ്റുമായി തമ്പടിച്ചു കൂടിയേക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. പോലീസ് ഇവരെയെല്ലാം തടഞ്ഞു വച്ചിരിക്കുന്ന ഒരു കാഴ്ചയുമാണ്. എന്തായാലും നേരത്തെ 2014-ൽ ജയലളിത ഇതേ ജയിലിലേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് വലിയ പ്രതിഷേധവും മറ്റും അണ്ണാ DMK പ്രവർത്തകർ ഉയർത്തിയിരുന്നു. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അതീവ സുരക്ഷയിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ അന്നുണ്ടായിരുന്നത് പോലെ ഒരു അണ്ണാ DMK പ്രവർത്തകരുടെ ഒരു കുത്തൊഴുക്കൊന്നും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ശശികല പ്രത്യേകിച്ച് അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നതോ ആയ ആളല്ല. ഈ സാഹചര്യത്തിൽ ഇത്തരം പ്രത്യേക പരിഗണനകളും ശശികലയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതകളും വളരെ കുറവാണ്. ഇതിനാൽ തന്നെ സാധാരണഗതിയിൽ 7-ാം ബ്ലോക്കിലെ മുൻപ് പാർപ്പിച്ചിരുന്നത് ജയലളിതയുടെ തോഴിയായിരുന്ന സമയത്ത് പാർപ്പിച്ചിരുന്നത് പോലെ 7-ാം ബ്ലോക്കിലെ വനിതാ തടവുകാരുടെ കൂട്ടത്തിൽ തന്നെയാണ് ശശികലയും പാർപ്പിക്കാൻ സാധ്യത. പക്ഷേ ഇന്ന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുമ്പോൾ ജസ്റ്റിസ് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇനി അറിയേണ്ടത്. രാവിലെ തന്നെ ലോക്സഭാ ഡെപ്യൂട്ടി സ്പീക്കറും ശശികലയുടെ ഏറ്റവും അടുത്ത നേതാക്കന്മാരിൽ ഒരാളുമായ തമ്പിദുരൈ രാവിലെ തന്നെ ബംഗളൂരുവിലേക്ക് തിരിച്ചിരുന്നു. ഇതുകൂടാതെ പ്രമുഖ നിയമവിദഗ്ധർ, തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും ശക്തരായ നിയമ വിദഗ്ധരെയും കൂട്ടിക്കൊണ്ടാണ് തമ്പിദുരൈ ബംഗളൂരുവിലേക്ക് തിരിച്ചത്. ഇതിനുശേഷം ആദ്യം സിവിൽ കോടതിയിൽ ഹാജരാക്കും. പിന്നീട് സിവിൽ കോടതിയിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം അഗ്രഹാര ജയിലിലേക്ക് മാറ്റുമെന്നാണ് ആദ്യം കർണാടക സർക്കാർ സ്വീകരിച്ചിരുന്ന നിലപാട്. പക്ഷേ ഇത് അനുവദിക്കാനാകില്ലെന്നും വലിയ ആരോഗ്യ പ്രശ്നങ്ങളും സുരക്ഷാ ഭീഷണിയും തനിക്കുണ്ട് എന്നാണ് ശശികലയ്ക്ക് വേണ്ടി പ്രമുഖ നിയമ വിദഗ്ധരൊക്കെ കോടതി മുമ്പാകെ ചൂണ്ടിക്കാട്ടിയത്. ഇത് അംഗീകരിച്ചുകൊണ്ടായിരുന്നു ഈ അഗ്രഹാര ജയിലിലെ പ്രത്യേക കോടതി മുറിയിലേക്ക് ശശികലയെ കൊണ്ടുവരാം എന്നൊരു തീരുമാനം കോടതി തന്നെ നിർദ്ദേശിച്ചത്. ഇതനുസരിച്ചാണ് ജസ്റ്റിസ് അശ്വിൻ നാരായൺ മുമ്പാകെ ശശികലയെയും കൂട്ടുപ്രതികളെയും ഹാജരാക്കുക. ഇനി ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോൾ എന്തെങ്കിലും നിലപാട് ജസ്റ്റിസ് സ്വീകരിക്കുമോ എന്നാണ് അറിയേണ്ടത്. രാവിലെ മുതൽ ജയിൽ പരിസരത്തും അതോടൊപ്പം കോടതി പരിസരത്തും നിയമവിദഗ്ധരുമായി ചർച്ച നടത്തിയിരുന്ന തമ്പിദുരൈക്കും മറ്റു നിയമ വിദഗ്ധർക്കും എന്തെങ്കിലും നീക്കം ഇക്കാര്യത്തിൽ അടിയന്തരമായി ചെയ്യാനാകുമോ എന്നത് മാത്രമാണ് ഇനി ബാക്കി അവശേഷിക്കുന്നത്. സ്വാഭാവികമായും ഈ 7-ാം ബ്ലോക്കിലെ വനിതാ തടവുകാരുടെ കൂട്ടത്തിലേക്ക് ശശികലയെയും കൊണ്ടുപോകും. 3.5 വർഷക്കാലം ഈ ജയിലിനകത്തിരുന്ന് ഇനി തമിഴ്നാട് രാഷ്ട്രീയം അടുത്ത അനുയായി എടപ്പാടി K പളനിസ്വാമിയെ വെച്ച് ശശികലയ്ക്ക് നിയന്ത്രിക്കാനാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. മനു, തീർച്ചയായിട്ടും മനു, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണുമ്പോൾ കഴിഞ്ഞ തവണ ജയലളിത ആ ജയിലിലേക്ക് എത്തിയ സമയത്ത് ഉണ്ടായിരുന്ന അത്ര ഒരു ജനക്കൂട്ടത്തെ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. അത്രയധികം അണ്ണാ DMK പ്രവർത്തകരുടെ ഒരു തള്ളിക്കയറ്റമില്ല. വ്യക്തമാകുന്നത് ഇതല്ലേ, ജയലളിതയല്ല ശശികല. ജയലളിതയ്ക്കുള്ള ആ പിന്തുണ അവർക്ക് അവിടെ നേതാക്കന്മാർക്ക് അപ്പുറത്തേക്ക് അണികൾക്കിടയിലേക്ക് എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്ന കൃത്യമായ സൂചനകൾ തന്നെയല്ലേ നൽകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ കരുതേണ്ടതും. പനീർസെൽവത്തിന്റെ ശക്തിയും ഇത് തന്നെയായിരുന്നു. ജയലളിതയുടെ മരണ വാർത്ത മറച്ചുവെച്ചതും പിന്നീട് ജയലളിതയുടെ മരണ കാര്യങ്ങളിലുമൊക്കെ ശശികലയ്ക്ക് ചില പങ്കുകളുണ്ട് എന്നത് തന്നെയാണ് തമിഴ് ജനത വിശ്വസിക്കുന്നത്. ഇത് തന്നെയാണ് ശശികലയ്ക്ക് പിന്തുണ കുറഞ്ഞതും. പിന്നീട് സുപ്രീം കോടതി വിധി വന്നത്, ശശികലയെ ശിക്ഷിച്ചുകൊണ്ടുള്ള വിധി വന്നപ്പോൾ തമിഴ് ജനത ആഹ്ലാദിക്കുന്ന ഒരു കാഴ്ചയും മറ്റുമാണ് കണ്ടത്. ഇത് തന്നെയാണ് പനീർസെൽവത്തിനും ശക്തി പകരുന്നത്. സ്വാഭാവികമായും MLA-മാരുടെ
ഒരു പരസ്യ പിന്തുണ പനീർസെൽവത്തിന് നേടാൻ സാധിക്കുന്നില്ല. ഇതിനിടയിലും ശശികലയ്ക്ക് ഈ പിന്തുണ ഉറപ്പിക്കാൻ സാധിക്കുമ്പോഴും ജനങ്ങളുടെ ഒരു പിന്തുണ ഇല്ലാതാകുന്നതാണ് ശശികലയ്ക്ക് വീഴ്ചയാകുന്നതും പനീർസെൽവത്തിന് ഗുണകരമാകുന്നതും. അതേ സമാനമായ കാഴ്ചയും പിന്തുണയുമാണ് ജയിലിന് മുന്നിലും കാണാൻ സാധിക്കുന്നത്. ശശികലയെ പിന്തുണച്ച് അന്ന് ജയലളിതയെ പിന്തുണച്ചെത്തിയ അത്രയധികം ആളുകളൊന്നും എത്തുന്നില്ല. കർണാടക തമിഴ്നാട് അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ ശശികല പ്രത്യേക ജയിൽ മുറിയിൽ ഒരുക്കിയ പ്രത്യേക കോടതിയിൽ കീഴടങ്ങിയിരിക്കുന്നു. പരപ്പന അഗ്രഹാര ജയിലിൽ ഒരുക്കി. ഇതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഒപ്പം തന്നെ രണ്ടാം പ്രതി ഇളവരശിയും കീഴടങ്ങിയിരിക്കുന്നു. സുധാകരൻ നാളെയായിരിക്കും കീഴടങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. അല്പസമയം മുമ്പാണ് പരപ്പന അഗ്രഹാര ജയിലിലെ പ്രത്യേക മുറിയിൽ ഒരുക്കിയ കോടതിയിൽ ജഡ്ജി അശ്വിൻ നാരായണന് മുന്നിൽ ശശികലയും ഇളവരശിയും കീഴടങ്ങിയത്. സുധാകരൻ നാളെ കീഴടങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ട് റോഡ് മാർഗം പുറപ്പെട്ട് അല്പസമയം മുമ്പാണ് ഇരുവരും അഗ്രഹാര ജയിലിൽ എത്തിച്ചേർന്നത്. അവിടെ കീഴടങ്ങുകയായിരുന്നു. അല്പസമയം മുമ്പാണ് കഴിഞ്ഞ ഒരു 10 ദിവസങ്ങളോളമായി ഇന്ത്യൻ രാഷ്ട്രീയം ഒന്നടങ്കം ഉറ്റുനോക്കിയ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധിയിലൂടെ മുഖ്യമന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയ ശശികല ഒടുവിൽ അഴികൾക്കുള്ളിലേക്ക് പോകുന്ന വലിയ കാഴ്ച.